അലീബനാത്തിനെ അറിയാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലെ. അലീബനാത്തിന്റെ ചരിത്രം നമ്മൾ എന്തായാലും പഠിക്കണം. മൾട്ടി മില്യനർ അലീബനാത്ത് കോടീശ്വരൻ ബില്യനർ ആയിരുന്നു. അദ്ദേഹം ക്യാൻസർ ബാധിച്ച് റമദാൻ 13-ാം തീയതിയാണ് 2018 മരണപ്പെട്ടു പോയത്. അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത്, അയാൾ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരും. നമ്മൾ തീർച്ചയായും ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊക്കെയാണ് ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ. അലീബനാത്തിന്റെ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാനും നമ്മൾക്ക് മാറാനും ഒരുപാട് കാരണം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ അല്ലെ. അലീബനാത്ത് 36-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ട്, ബ്ലഡ് ക്യാൻസർ എന്ന് ഡോക്ടർ വിധി. അപ്പോ അങ്ങനെ വിധി എഴുതിയപ്പോ 7 മാസം മാത്രം ഇനി നിങ്ങൾ ജീവിക്കൂ എന്ന് ഡോക്ടർ വിധി എഴുതി. നിങ്ങൾ യൂട്യൂബിൽ അലീബനാത്ത് അടിച്ചാൽ അദ്ദേഹത്തിന്റെ ആ ചരിത്രം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ ഒന്നാലായി. വലിയ ബിസിനസ് മാനാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു മൗലാന അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഓരോ അവിടെ ബെഡ്റൂമിലുള്ള ഒരു സാധനങ്ങളെ പരിശോധിക്കുന്നത്, എന്നിട്ട് ഒരു വാച്ചിനെ ചോദിക്കുന്നു, ഈ വാച്ചിന്റെ വാല്യൂ എത്രയാണ്? അദ്ദേഹം പറഞ്ഞ $60,000, ഏകദേശം 55 ലക്ഷം. ഒരു വാച്ചിന്റെ വില 55 ലക്ഷം. ആലോചിച്ചു. പിന്നെ ചെരുപ്പിന്റെ, തൊപ്പിന്റെ ഒക്കെ. പിന്നെ അവസാനം പോയി ഫെറാറി കാർ ആയിരുന്നു. ആ ഫെറാറി കാറിന്റെ വില എത്രയാണ് നിങ്ങൾ കൊടുത്തതെന്ന് പറയുമ്പോൾ $6 ലക്ഷം. അതായത് ഏകദേശം ഇന്ത്യൻ 5.5 കോടിയാണ് കാറിന്റെ വാല്യൂ. ക്യാൻസർ ബാധിച്ചതിന് ശേഷമാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുന്നത്, ഇപ്പൊ ഈ നിങ്ങൾ മേടിക്കുമ്പോൾ ഇതിനെത്ര 5.5 കോടി അല്ലെ, ഇപ്പോൾ എന്താണ് നിങ്ങൾ ഈ കാറിന് കൊടുക്കുന്ന വാല്യൂ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാനിപ്പോൾ ഈ കാറിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ പാവപ്പെട്ടവർ ധരിക്കുന്ന ചെരുപ്പിന്റെ ആ ഒരു വാല്യൂ പോലും ഞാൻ ഇതിന് കൊടുക്കുന്നില്ല. ഇതിനേക്കാളും വാല്യൂ അവിടുത്തെ പാവപ്പെട്ടവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു ചിരി, അതിനാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ സമ്പാദ്യവും ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി കോടിക്കണക്കിന് അയാൾ സമ്പാദിച്ച 36-ാം വയസ്സിൽ അദ്ദേഹം സമ്പാദിച്ച എല്ലാം അദ്ദേഹം അതൊക്കെ കൊടുക്കാൻ അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ഇങ്ങനെ ക്യാൻസർ അള്ളാഹു എനിക്ക് നൽകിയ ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇത് എനിക്ക് ഒരു രോഗം വന്നില്ലെങ്കിൽ അള്ളാഹു ആരാണ്, പാവപ്പെട്ടവരാരാണ് എന്നൊന്നും അറിയാതെ ഞാൻ ഇങ്ങനെ ബിസിനസ്സും നിസ്കാരവും ഇല്ലാതെ ഇങ്ങനെ വെറും പൈസ ഞാൻ ദുനിയാവിൽ ഇങ്ങനെ പിറകെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ബോധം വെച്ച് തുടങ്ങിയത്, ഈ ദുനിയാവ് ഒന്നുമല്ല. ആ ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ മരിക്കുന്ന ഒരു മനുഷ്യന് ഒരു മരണം മുന്നിൽ കാണുമ്പോൾ ഒന്നും അല്ലാതാകുന്ന ഒരവസ്ഥയാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനെല്ലാം അദ്ദേഹത്തിന് ചാരിറ്റിൻ്റെ പേര് ഇപ്പോഴും അവിടെ ഉണ്ട്. ആഫ്രിക്കയിൽ മുസ്ലിം അറൗണ്ട് ദി വേൾഡ്, MATW, മുസ്ലിം അറൗണ്ട് ദി വേൾഡ് എന്ന് പേരിട്ട ആ ചാരിറ്റി പാവപ്പെട്ടവർക്ക് ഇപ്പോഴും അവിടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്കയിൽ അവിടെ പള്ളി, അതുപോലെ സ്കൂള്, അങ്ങനെ ആൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി കുട്ടികളൊന്നിച്ച് ഫോട്ടോ എടുത്ത് അവർ ദാനം ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം, അതൊക്കെ അദ്ദേഹം അനുഭവിച്ചു. ആള് പിന്നീട് മരണപ്പെട്ടത് 7 മാസമാണ് അദ്ദേഹത്തിന് ആയുസ് ഡോക്ടർമാർ കണക്കാക്കിയത്. പക്ഷെ അള്ളാഹു വീണ്ടും 3 വർഷം അദ്ദേഹത്തിന് ആയുസ് കൊടുത്തു. അള്ളാഹു ഒരാൾ ഇഷ്ടപ്പെട്ടാൽ, ഇതുപോലെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സമ്പന്നൻ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. അള്ളാഹു അയാളെ ഇഷ്ടപ്പെട്ടു, അയാളിലുള്ള നന്മ അയാൾ മനസ്സിലാക്കി അയാൾക്ക് ഒരു രോഗം കൊടുത്തപ്പോൾ അദ്ദേഹം അതങ്ങനെ ഉപയോഗപ്പെടുത്തി. അങ്ങനെ അലീബനാത്ത് അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം വീഡിയോ ഇങ്ങനെ ഓരോ ചോര ഛർദ്ദിക്കുന്ന വീഡിയോ, വല്ലാത്ത അവസ്ഥയിലും അദ്ദേഹം ദാവത്ത് ചെയ്യുന്നുണ്ട് യൂട്യൂബിലൊന്ന്. ഈ ദുനിയാവിനെ നിങ്ങൾ സ്നേഹിക്കരുത്, പൈസാന്റെ പിറകെ നിങ്ങൾ പോകരുത്. ഞാൻ എൻ്റെ അനുഭവത്തെ വെളിച്ചത്തിൽ പറയാണ്, നിങ്ങൾ ചാരിറ്റി നൽകുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇങ്ങനെ രോഗം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഓക്സിജൻ മുഖത്ത് വെക്കുമ്പോഴും നമുക്ക് ഇൻസ്പയർ ചെയ്ത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പൈസ മാത്രം ഉണ്ടാക്കണ്ട, നിങ്ങൾ ദുനിയാവിൻ്റെ മാത്രം പിറകെ ഓടണ്ട, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. ഒരു ക്യാൻസർ വരുന്നത് വരെ കാത്തു നിൽക്കണ്ട, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ. പക്ഷെ എനിക്ക് അള്ളാഹു ഈ ക്യാൻസർ നൽകി. അങ്ങനെ അയാൾ അത് എന്ത് ചെയ്യുന്ന അനുഗ്രഹമായി കണ്ട് പിന്നെ അള്ളാഹു അയാൾക്കൊരു മരണം കൊടുത്തത് എപ്പോൾ എന്നറിയോ? റമദാൻ മാസം 13-ാമത്തെ റമദാനിൽ 2018 മെയ് 29 റമദാൻ 13-നാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയും. ഇതുപോലുള്ളൊരു മരണം മാഷാ അള്ളാഹ്, അയാൾ സ്വർഗത്തിൽ ഉറപ്പല്ലേ? നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. എന്തൊക്കെയാണ് ആ ഒരു 3 വർഷം കൊണ്ട് അയാൾ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതൊക്കെ പരലോകത്തിനൊക്കെ ചെയ്തു വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് റമദാൻ മാസം 13-ന് മരണപ്പെട്ടു പോയ ആ ഒരു ചെറുപ്പക്കാരൻ, ആ ഒരു മൾട്ടി മില്യനിയർ നമ്മളെല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെ ആയിരിക്കണം ഒരു ബില്യനിയറിൻ്റെ ജീവിതം. അതൊരു ക്യാൻസർ വരാതെ തന്നെ അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത അനുഗ്രഹം, ക്യാൻസർ വരാതെ തന്നെ നമ്മളിത് പാഠം പഠിക്കണം എന്ന്
നമുക്ക് പറഞ്ഞു തന്ന, ഇപ്പോഴും യൂട്യൂബിലുണ്ട് അയാൾ ഇൻസ്പിറേഷൻ വീഡിയോ, നമ്മൾ കാണണം. ലോക അവസാനം വരെ ഏതൊരു ചെറുപ്പക്കാരും യൂറോപ്പിലും അതുപോലെ തന്നെ എല്ലാ രാജ്യത്തും അദ്ദേഹത്തിൻ്റെ ചരിത്രം കണ്ട് എല്ലാവർക്കും ഒരു ബോധം വന്നിട്ടുണ്ട്, ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾ അലി ബനാത്ത് നടിച്ച് യൂട്യൂബിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോ, അവസാന ഘട്ടത്തിലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കുക, പഠിക്കുക. ഈ ദുനിയാവിനെ കുറിച്ചും നമ്മളുടെ നിസ്സാരമായ ജീവിതത്തെക്കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ച് ഇൻഷാ അള്ളാഹ് നമ്മൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുക. നമ്മളുടെ ചാരിറ്റി, നമ്മളുടെ പൈസ, നമ്മളുടെ അഹങ്കാരം, നമ്മളുടെ കാറ് എന്നുണ്ട് പറഞ്ഞ് അഹങ്കരിക്കാനുള്ളതല്ല ഈ ദുനിയാവ്. അതൊക്കെ ഒരു ദിവസം നമ്മൾ വിട്ടു പോകേണ്ടി വരും. അലി ബനാത്ത് പറഞ്ഞതുപോലെ അതിൻ്റെ വാല്യൂ കോടി 50 കോടി ഒന്നുമല്ല. ആഫ്രിക്കക്കാരുടെ ആ മുഖത്തിൻ്റെ ചിരിക്ക് പോലും അത്ര വാല്യൂ പോലും ഇല്ലാത്തൊരു കാറാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അതറിയണമെങ്കിൽ ഒരു രോഗം വരണം, മരണശൈലിയിൽ നമ്മൾ കിടക്കണം. അപ്പോൾ അതുവരെ നമ്മൾ കാത്ത് നിൽക്കരുത്. നിങ്ങൾ അതിനു മുമ്പ് തന്നെ ചാരിറ്റിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന എല്ലാ നന്മകൾ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. നമ്മൾക്ക് ആ ഒരു ബോധം വരാൻ അള്ളാഹു ഒരു രോഗവും പരീക്ഷണവും ഒന്നും തന്നെന്ന് വരില്ല. അയാൾക്ക് എത്തു. അപ്പോൾ അത് കൊടുത്തത് നമ്മൾക്ക് അറിയാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ രോഗം വരാൻ നമ്മൾ കാത്തിക്കേണ്ട, അതിന് മുമ്പ് തന്നെ നമ്മൾ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ.